മലയാളത്തിൽ ഒരു കാലത്ത് സൂപ്പർ നായികയായി തിളങ്ങി നിന്ന താരസുന്ദരിയാണ് സുകന്യ. കഴിഞ്ഞ കുറേ വർഷങ്ങളായി അഭിനയത്തിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് നടി. മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ അത്രയും ആക്റ്റീവ് അല്ലാത്തതുകൊണ്ട് നടിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും പുറത്തു വരാറുമില്ല. ഏറ്റവും പുതിയതായി സുകന്യയുടെ ചിത്രങ്ങളും വീഡിയോസുമൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുകയാണ്. നടൻ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴുള്ള സുകന്യയുടെ ദൃശ്യങ്ങളായിരുന്നു ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചത്. ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് നടത്തിയ താരവിവാഹത്തിൽ പങ്കെടുക്കാനാണ് സുകന്യ എത്തിയത്. വളരെ സിമ്പിളായി ഒരു ചുരിദാറും ഹാൻഡ് ബാഗും മാത്രം പിടിച്ചായിരുന്നു നടി വന്നത്. ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിയുടെ കൂടെ അമ്പലത്തിലൂടെ നടന്നു നീങ്ങുന്ന സുകന്യയുടെ വീഡിയോ വൈറലായതോടെ ഇതിന് താഴെ കമന്റുകൾ നിറഞ്ഞു. പഴയ നടിയാണെന്നും ഇവരുടെ കോലം ഇതെന്താണെന്നും ചോദിച്ച് നിരവധി പേരാണ് സുകന്യയെ വിമർശിച്ചുകൊണ്ട് പലരും എത്തിയത്. വളരെ മോശമായിട്ടും നടിയുടെ മുൻകാലത്തെക്കുറിച്ചുമൊക്കെ പറഞ്ഞാണ് ഭൂരിഭാഗം പേരും കമന്റുകൾ ഇട്ടിരിക്കുന്നത്. പണ്ട് ഇവരെ പോലീസ് പൊക്കിയതല്ലേ എന്നാണ് ഒരാൾ ചോദിച്ചത്. എന്നാൽ അത് ഈ സുകന്യ അല്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ആരാധകർ എത്തിയിരിക്കുന്നത്. തമിഴിൽ ഇതേ പേരുള്ള ഒരു സീരിയൽ നടിയെ വ്യഭിചാരത്തിന് പോലീസ് പൊക്കിയിരുന്നു. തമിഴ് സീരിയൽ നടി സുകന്യയാണ് അത്. എന്നാൽ ഈ സുകന്യ ആണെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയ വാർത്ത കൊട്ടിഘോഷിച്ചു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. മലയാളികൾ എല്ലാവരും കൂടിയാണ് സിനിമാ നടിയായ ഇവരുടെ തലയിൽ അത് കെട്ടിവെച്ചു കൊടുത്തത്. അങ്ങനെ നടിക്ക് ഒരുപാട് ചീത്തപ്പേരുമായി. അത്തരത്തിൽ തന്നെക്കുറിച്ച് വാർത്ത റിപ്പോർട്ട് ചെയ്തവർക്കെതിരെ സുകന്യ അന്ന് മാനനഷ്ടത്തിന് കേസ് കൊടുത്തിരുന്നു എന്നാണ് ആരാധകർ വ്യക്തമാക്കുന്നത്. അതേസമയം മോശമായി കമന്റിട്ടവരിൽ നിന്നും നടിയെ പിന്തുണക്കുന്ന കമന്റുകളാണ് കൂടുതലായിട്ടും വന്നിരിക്കുന്നത്. ഒരു സ്ത്രീ അവർ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് വരുന്നു, പിന്നാലെ അവരുടെ വീഡിയോ പുറത്തു വന്നു. അതിന് താഴെ കമന്റിട്ടവർ അവരുടെ നിലപാട് മാത്രമല്ല നിലവാരവും വ്യക്തമാക്കുകയാണ്. ഇത്രയും വൃത്തികെട്ട മനസ്സുള്ളവർ എപ്പോഴും നമുക്കിടയിൽ ഉണ്ടല്ലോ. ഓരോ കമന്റ് കണ്ടോ ഓരോരുത്തരുടെ മനസ്സിന്റെ വൈകൃതം മനസ്സിലാക്കാം. നല്ല വൃത്തിയായി വസ്ത്രം ധരിച്ചു വന്നിട്ടും അവരെ ഇമ്മാതിരി ബോഡി ഷെയ്മിംഗ് നടത്തുന്ന ആൾക്കാരെ സമ്മതിച്ചേ മതിയാകൂ. സുകന്യ ചേച്ചി മേക്കപ്പ് ഇട്ടാലും ഇല്ലെങ്കിലും നല്ല ഭംഗിയാണ്. എന്തിനാണ് പഴയ നടി എന്നൊക്കെ പറയുന്നത്? അവരെന്താ വല്ല ചാക്കോ മറ്റോ ആണോ പഴയതാവാൻ? നടി സുകന്യ എന്ന് മര്യാദക്ക് എഴുതാൻ പഠിക്ക്, അല്ലെങ്കിൽ അറിയാവുന്നവരെ കൊണ്ട് എഴുതിക്ക്. സ്വന്തം മുഖം സൗന്ദര്യം കൂട്ടാനാണ് മേക്കപ്പിട്ട് നടക്കുന്നത്. ഇവിടെ സുകന്യക്ക് അതിന്റെ ആവശ്യം ഇല്ലെന്ന് തോന്നിയത് അവരുടെ ആത്മവിശ്വാസം കൊണ്ടാണ്. അതിനെ ബഹുമാനിക്കുകയാണ് വേണ്ടത്. തികച്ചും സാധാരണ വീട്ടമ്മയെപ്പോലെയുണ്ട്. പണ്ട് കണ്ട നടിയിൽ നിന്നും കാര്യമായ മാറ്റമൊന്നും സുകന്യക്ക് വന്നിട്ടില്ല. ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാവണമെന്നും അതിന് ആശംസകൾ നേരുകയാണെന്നും തുടങ്ങി നിരവധി കമന്റുകളാണ് നടിയുടെ വീഡിയോക്ക് ലഭിച്ചിരിക്കുന്നത്. സാഗരം സാക്ഷി, തൂവൽ കൊട്ടാരം, അപാരത തുടങ്ങിയ സിനിമകളിലൂടെയായിരുന്നു സുകന്യ മലയാളത്തിൽ തരംഗമായത്. ഈ സിനിമകളിലെ നടിയുടെ പ്രകടനം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. പിന്നീട് ചെറുതും വലുതുമായ അനേകം വേഷങ്ങൾ ചെയ്തു. മോഹൻലാലിനൊപ്പം ഇന്നത്തെ ചിന്താവിഷയം എന്ന ചിത്രത്തിലൂടെ മികച്ച സഹനടിക്കുള്ള ഫിലിംഫെയർ പുരസ്കാരവും സുകന്യയെ തേടി എത്തിയിരുന്നു. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷ എന്നിങ്ങനെ പല ഭാഷാ ചിത്രങ്ങളിലും സുകന്യ സജീവമായിരുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.